നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi. Life easy. അനശ്വരമായ കാവ്യലോകം ബാക്കിയാക്കി ONV കുറുപ്പ് വിടവാങ്ങി. അന്ത്യം തിരുവനന്തപുരത്ത്. പ്രണാമമർപ്പിച്ച് മലയാളം. ഇതു നിന്റെ മൃതിശാന്തി ഗീതം, ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷ. സംസ്കാരം തിങ്കളാഴ്ച പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. കോൺഗ്രസുമായി കൂട്ടുകൂടുന്നതിനെ ചൊല്ലി CPIM ബംഗാൾ കേരള ഘടകങ്ങൾ തമ്മിൽ തർക്കം. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമാകാമെന്ന് CPM ബംഗാൾ ഘടകം. പാർട്ടി കോൺഗ്രസ് തീരുമാനത്തിന് വിരുദ്ധമെന്ന് കേരള ഘടകം. ബംഗാൾ ഘടകം പറയുന്നത് അവിടുത്തെ വികാരമെന്ന് VS. കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുമെന്ന് സീതാറാം യെച്ചൂരി. P. ജയരാജന് ഹൃദയാരോഗ്യം തീർത്തും മോശമെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. ചെറിയ സമ്മർദ്ദം പോലും താങ്ങാനാവില്ല. പരിശോധന നടത്തിയത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ. ജയരാജനെ ചികിത്സിക്കുന്ന പരിയാരത്തെ ഡോക്ടർ തിങ്കളാഴ്ച ഹാജരാകണമെന്ന് CBI. ജയരാജനെ മറ്റൊരു മദനിയാക്കാൻ നീക്കമെന്ന് കൊടിയേരി. JNU വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി ന്യായീകരിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യവിരുദ്ധ നടപടികൾ വച്ചുപുറപ്പിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു. 6 വിദ്യാർത്ഥികളെ ഹാജരാക്കണമെന്ന് വൈസ് ചാൻസലറോട് പോലീസ്. മജിസ്റ്റീരിയൽ അന്വേഷണം നടത്തുമെന്ന് ദില്ലി സർക്കാർ. പാകിസ്ഥാനിലും അമേരിക്കയിലും വെച്ച് ശിവസേന നേതാവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്ന് ഡേവിഡ് ഹെഡ്ലിയുടെ മൊഴി. രാജാറാം റാജയുമായി ബന്ധപ്പെട്ടത് ഇമെയിൽ വഴി. മുംബൈ ആക്രമണ കേസിൽ ഹെഡ്ലിയുടെ വിചാരണ തുടരുന്നു. ബംഗാളിൽ കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യം വേണമെന്ന ആവശ്യത്തിന് CPIM ബംഗാൾ സംസ്ഥാന സമിതിയിൽ 3/2 ഭൂരിപക്ഷം. സഖ്യം വേണ്ടെന്ന് വെക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നും ചരിത്രപരമായ മണ്ടത്തരം ആവർത്തിക്കരുതെന്നും അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന സമിതിയുടെ നിലപാട് ഈ മാസം 16, 17, 18 തീയതികളിൽ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി PB യോഗങ്ങൾ പരിശോധിക്കുകയും PB യോഗം ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്യുമെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. കോൺഗ്രസുമായി കൈകോർക്കുന്നത് കേരളത്തിൽ CPIMന് തിരിച്ചടിയാകുമെന്ന കേരള ഘടകത്തിൻ്റെയും കേന്ദ്ര നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിൻ്റെയും നിലപാട് തള്ളിയാണ് സംസ്ഥാന ഘടകത്തിലെ ഭൂരിപക്ഷം അംഗങ്ങളും സഖ്യത്തിനായി നിലയുറപ്പിച്ചത്. 18 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 2 അംഗങ്ങൾ ഒഴികെയുള്ളവരുടെ പിന്തുണ സഖ്യത്തിനൊപ്പമാണെന്ന് സംസ്ഥാന സെക്രട്ടറി സൂര്യകാന്ത് മിശ്ര യോഗത്തെ അറിയിച്ചു. 80-ൽ പരം അംഗങ്ങളുള്ള സംസ്ഥാന സമിതിയിൽ സംസാരിച്ച 54-ൽ 43 പേരും സഖ്യത്തിനു വേണ്ടി വാദിച്ചു. 11 അംഗങ്ങൾ ആശങ്ക അറിയിച്ചു. കോൺഗ്രസുമായി സഖ്യം വേണമെന്ന താഴെത്തട്ടിലെ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ആവശ്യം മാനിക്കാതിരിക്കുന്നത് ആത്മഹത്യാപരമാകുമെന്ന് മുർഷിദാബാദിൽ നിന്നുള്ള മൊയ്നുൽ ഹസൻ പറഞ്ഞു. ചരിത്രപരമായ വിഡ്ഢിത്തം പാർട്ടി വീണ്ടും ആവർത്തിക്കരുത്. കേരളത്തിൽ മാത്രമല്ല പാർട്ടിയുള്ളതെന്നും ബംഗാളിലെ പാർട്ടിക്കും പ്രാധാന്യം കൽപ്പിക്കണമെന്നും ഋത്തപ്രത ബാനർജി ആവശ്യപ്പെട്ടു. എന്നാൽ കേരളത്തിൽ അധികാരത്തോടെടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ സാധ്യതകൾ കോൺഗ്രസുമായി കൂട്ടിച്ചേർന്നാൽ ഇല്ലാതാകുമെന്നാണ് എതിർപ്പുന്നയിച്ച അമൽ ഹൽദാർ, അജിന്ത്യ മല്ലിക്, കല്ലോൽ മജൂംദാർ തുടങ്ങിയ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. സമിതിയിലെ ഭൂരിപക്ഷാഭിപ്രായം സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കും. തീരുമാനമെടുത്തിട്ടില്ലെന്നും 16, 17, 18 തീയതികളിൽ ചേരുന്ന PBCC യോഗങ്ങൾ അന്തിമ തീരുമാനമെടുക്കുമെന്നും പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. The Bengal state leadership will come and present their opinion to the Central Committee. Central Committee will take its final decision. അതേസമയം കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്ന പാർട്ടി കോൺഗ്രസ് ലൈൻ ആവർത്തിക്കുകയാണ് കേരള ഘടകവും പ്രകാശ് കാരാട്ടിനൊപ്പമുള്ള കേന്ദ്ര നേതാക്കളും. അല്ല, ഈ വിഷയം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യാൻ പോകല്ലേ? കേന്ദ്ര കമ്മിറ്റി എന്താണ് തീരുമാനിക്കുന്നതെന്ന് നമുക്കിപ്പോൾ പറയാനാവില്ലല്ലോ. കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം വരട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് വേണമെന്നുള്ളത് നിശ്ചയിക്കാം. ഇതോടെ ബംഗാൾ കേരള ഘടകങ്ങൾ തമ്മിലുള്ള തുറന്ന ഏറ്റുമുട്ടലിനാകും കേന്ദ്ര യോഗങ്ങൾ സാക്ഷ്യം വഹിക്കുക. M. ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ, ദില്ലി. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നതിനെ എതിർത്ത് CPIM കേരള ഘടകം. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. സഖ്യം വേണ്ടെന്ന് പാർട്ടി കോൺഗ്രസ് തന്നെ തീരുമാനിച്ചതായിരുന്നുവെന്ന് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ ബംഗാൾ ഘടകം പറയുന്നത് അവിടുത്തെ ജനവികാരമാണെന്നായിരുന്നു VS അച്യുതാനന്ദന്റെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ കേരളത്തിൽ മുഖ്യ എതിരാളികളായ കോൺഗ്രസുമായി ബംഗാളിൽ സഖ്യമുണ്ടാക്കിയാൽ അത് തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് കേരള ഘടകത്തിന്റെ വിലയിരുത്തൽ. മാത്രമല്ല, കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന BJP ഇത് വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയും ചെയ്യും. ഭരണം തിരിച്ചുപിടിക്കാൻ നേരിയ സാധ്യത മുന്നിൽ നിൽക്കെ കോൺഗ്രസുമായി ബംഗാളിൽ കൂട്ടുണ്ടാക്കുന്നത് കേരളത്തിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നും സംസ്ഥാന നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് തങ്ങളുടെ എതിർനിലപാട് കേരള നേതാക്കൾ പരസ്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്തയാഴ്ച ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിലും ഈ നിലപാട് തന്നെ സ്വീകരിക്കാനാണ് സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനം. ഇതിനിടെ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. അത് സംബന്ധിച്ചുള്ള യാതൊരു തീരുമാനവും CPIM തീരുമാനിച്ചിട്ടില്ല.
അത്തരം കാര്യങ്ങളെല്ലാം രാഷ്ട്രീയമായി ഉള്ള കാര്യങ്ങളായതുകൊണ്ട് പാർട്ടി പോളിറ്റ് ബ്യൂറോവും സെൻട്രൽ കമ്മിറ്റിയും ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ അത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്നത് പാർട്ടി കോൺഗ്രസ് തീരുമാനമായിരുന്നുവെന്ന് പിണറായി വിജയൻ വ്യക്തമാക്കി. ഒരാശയക്കുഴപ്പവും വേണ്ട. ഞങ്ങൾക്കിത് സംബന്ധിച്ച് വ്യക്തമായ നിലപാടുണ്ട്. ഞങ്ങൾ വർഗീയതയെ ആപത്തായി കാണുന്നുണ്ട്. എന്നാൽ വർഗീയതയെ എതിർക്കാൻ നവ ഉദാരവൽക്കരണത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കഴിയില്ല. ബംഗാൾ ഘടകം പ്രകടിപ്പിച്ചത് അവിടുത്തെ ജനങ്ങളുടെ വികാരമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ പ്രതികരണം. പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പശ്ചിമ ബംഗാളിലും കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റും നിശ്ചയിക്കുന്നത് സെൻട്രൽ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും അതിൻ്റെ പൊതുവിലുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനം വരുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി VS ഒന്നും പറഞ്ഞില്ലെങ്കിലും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ബംഗാൾ ഘടകത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമോ എന്ന ആശങ്ക കേരളത്തിന്റെ നേതാക്കൾക്കുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ബാസുരേന്ദ്ര ബാബു, ഒപ്പം തന്നെ NP ചേക്കുട്ടി, NM പിയേഴ്സൺ, G ദേവരാജൻ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ ബാസുരേന്ദ്ര ബാബു, നമുക്കറിയാം CPMൻ്റെ സെൻട്രൽ ലീഡർഷിപ്പിൽ ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. പ്രകാശ് കാരാട്ടിൻ്റെയും സീതാറാം യെച്ചൂരിയുടെയും നേതൃത്വത്തിൽ തന്നെ അങ്ങനെ രണ്ട് അഭിപ്രായം നേതാക്കൾ വെച്ച് പുലർത്തുന്നു. സംസ്ഥാന അടിസ്ഥാനത്തിൽ നോക്കിയാൽ ബംഗാൾ ഘടകത്തിലെ 3/2 ഭൂരിപക്ഷം കോൺഗ്രസുമായുള്ള സഖ്യത്തിന് അനുകൂലമാണ്. കേരളം ആകെ തന്നെയും ഒരുപക്ഷെ VS അച്യുതാനന്ദനെ മാറ്റി നിർത്തിയാൽ അതിനെതിരും. ഇത് രണ്ടും നമുക്ക് മാറ്റിവെച്ചാൽ കേരളത്തിലെ സ്ഥിതിവിശേഷം എടുത്താൽ കേരളത്തിൽ തന്നെ രണ്ട് ശബ്ദം. പിണറായി വിജയൻ പറയുന്നു പാർട്ടി കോൺഗ്രസ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകൂ എന്ന്. VS അച്യുതാനന്ദൻ പറയുന്നത് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സഖ്യമാണത് എന്ന്. മൂന്ന് തലത്തിൽ അതിൽ വിയോജിപ്പ് കാണാമെങ്കിൽ പോലും നമ്മളെ ബാധിക്കുന്ന പ്രശ്നം എന്നുള്ള നിലയിൽ കേരളത്തെ പാർട്ടി പോലും ഇക്കാര്യത്തിൽ രണ്ടഭിപ്രായം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് ഭാവിയിലെ സംസ്ഥാനത്തെ CPMൻ്റെ ആകെ പ്രവർത്തനത്തിൽ തന്നെ ഒരുപക്ഷെ അങ്ങനെ ഒരു വേർതിരിവ് പാർട്ടിയിൽ വേണ്ടി വന്നാൽ എന്തായിരിക്കും രണ്ട് വിഭാഗങ്ങൾ ചെയ്യുക എന്നതിൻ്റെ സൂചനയല്ലേ അത്? അല്ല, ഈ കാര്യത്തിനകത്ത് വ്യത്യസ്ത അഭിപ്രായമോ അല്ലെങ്കിൽ താങ്കൾ സൂചിപ്പിച്ചതുമാതിരി ഭിന്നാഭിപ്രായമോ ഒക്കെ ഉണ്ടാകാം. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ നേതാക്കൾ, അത് പിണറായി വിജയനായിക്കൊള്ളട്ടെ, കോടിയേരി ബാലകൃഷ്ണനാകട്ടെ, VS അച്യുതാനന്ദനാകട്ടെ, ഇവരൊക്കെ പറയുന്നത് കേന്ദ്ര കമ്മിറ്റി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് അന്തിമ തീരുമാനമായിരിക്കുമെന്നാണ്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അത്തരം സംഭവവികാസങ്ങളേയില്ല എന്ന നിലയ്ക്ക് നിലപാടെടുക്കുന്നുണ്ട്. കാരണം പാർട്ടി കോൺഗ്രസ് തന്നെ ഇക്കാര്യം നിലപാടെടുത്ത് കഴിഞ്ഞു. ഇതൊക്കെ നേതാക്കളുടെ അഭിപ്രായങ്ങളാണ്. നേതാക്കളുടെ അഭിപ്രായങ്ങൾ പഴയ നിലപാടുകൾ തുടരും എന്ന് തന്നെയായിരിക്കും എപ്പോഴും, പുതിയ നിലവാരത്തിൽ മാറ്റങ്ങൾ വരാത്തിടത്തോളം കാലം. അതുകൊണ്ട് അത് ഗൗരവതരമായ അഭിപ്രായ പ്രകടനം ഇപ്പോൾ എടുക്കാനാവില്ല നികേഷ്. മറിച്ച് പശ്ചിമ ബംഗാളിലെ സംസ്ഥാന ഘടകം അങ്ങനെ ഒരു നിലപാട്, സംസ്ഥാന കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ അങ്ങനെ ഒരു നിലപാട് കോൺഗ്രസുമായി ചേരേണ്ടതുണ്ട് എന്ന നിലപാട് വന്നു കഴിഞ്ഞു എന്നതാണ് നാം ഇപ്പോൾ പരിശോധിക്കേണ്ട യാഥാർത്ഥ്യം. അത് യഥാർത്ഥമാണ്. അത് എന്തുകൊണ്ട് വരുന്നു എന്നതാണല്ലോ പ്രധാനം. തൃണമൂൽ കോൺഗ്രസ് മുമ്പ് കോൺഗ്രസിനെയും നക്സലൈറ്റുകളെയും മാവോയിസ്റ്റുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടാണ് CPMനെ അധികാരഭ്രഷ്ടമാക്കിയത്. CPMൻ്റെ ആഭിമുഖ്യത്തിലുള്ള മുന്നണിയെ, ആ മുന്നണിയെ അധികാരഭ്രഷ്ടമാക്കുന്നതിന് ഏതൊരു തരം രീതിയാണോ, ഉദാഹരണത്തിന് മമതാ ബാനർജി സ്വീകരിച്ചത് കോൺഗ്രസിനെ കൂട്ടുപിടിക്കുകയും നേരത്തെ പറഞ്ഞ മാവോയിസ്റ്റുകളെ കൂട്ടുപിടിക്കുകയും ഒരളവോളം BJPയെ ഒരു അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന നിലയ്ക്ക് ആക്കുകയും ചെയ്തുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. ആ പാർട്ടിയുടെ സമീപന രീതി കോൺഗ്രസിനോ BJPക്കോ അതുപോലെ തന്നെ CPMനോ മറ്റ് ഘടകകക്ഷികൾക്കോ ഒന്നിനും അംഗീകരിക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിട്ടുണ്ട്. അതുകൊണ്ട് മമതാ ബാനർജിയുടെ പരാജയം ആ അടിയന്തിരമായി ആവശ്യപ്പെടുന്ന നിലനിൽപ്പിൻ്റെ പ്രശ്നമായി CPM അത് കാണുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. CPMൻ്റെ സംസ്ഥാന സമ്മേളനം, ബംഗാൾ സമ്മേളനം കൂടുമ്പോൾ
നാം മനസ്സിലാക്കേണ്ടത് അവിടെ ഏരിയ സമ്മേളനമോ ലോക്കൽ സമ്മേളനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും മാത്രം. ആ അർത്ഥത്തിൽ അടിസ്ഥാന തലങ്ങളിലെ പാർട്ടി ഘടകങ്ങൾക്ക് പോലും ദൗർബല്യങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഏകശാസന സ്വഭാവത്തോടു കൂടിയ രീതികളിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ദയവായി തുടരുക. ജി ദേവരാജൻ, അദ്ദേഹം ഇപ്പോൾ കൊൽക്കത്തയിലാണുള്ളത്. ശ്രീ ജി ദേവരാജൻ, കഴിഞ്ഞ ദിവസം ഇടതുമുന്നണിയുടെ യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് ബിമൻ ബോസ് വ്യക്തമാക്കിയിട്ടുള്ളത് കോൺഗ്രസ് സഖ്യത്തിനായി വരികയാണ് എങ്കിൽ അക്കാര്യം പരിഗണിക്കാം എന്ന്. ഇന്നലെയും ഇന്നുമായി ചേർന്ന CPM-ന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ 54 സംസ്ഥാന സമിതി അംഗങ്ങൾ സംസാരിച്ചിരിക്കുന്നു. അതിൽ 43 പേരും സഖ്യത്തിന് അനുകൂലമായ എടുത്തിരിക്കുന്നു എന്നാണ് ഒരു വാർത്ത. ഒരുപക്ഷെ ചിലപ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ ഉണ്ടാകാം നമ്പറുകളുടെ കാര്യത്തിൽ. എങ്കിൽ പോലും ബഹുഭൂരിപക്ഷം വരുന്ന സംസ്ഥാന സമിതി അംഗങ്ങളും കോൺഗ്രസുമായി സഖ്യം വേണമെന്ന ആശയഗതിക്കാരാണ്. ഇവിടെ VS അച്യുതാനന്ദനും പറയുന്നത് അത് പശ്ചിമ ബംഗാളിലെ ജനങ്ങളുടെ ആവശ്യമാണ് എന്ന്. ആ നിലയിൽ ഇടതുമുന്നണി ആകെ വിലയിരുത്തുന്നുണ്ടോ? നികേഷ്, ഇതിൽ 2 കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് തികച്ചും സാങ്കേതികമാണ്. നമ്മൾ സാങ്കേതികമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇവിടെ ഇപ്പോൾ ഒരു തീരുമാനം അഥവാ ഒരു അഭിപ്രായം എടുത്തിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ ഇടതുമുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയാണ്. മാത്രവുമല്ല, ആ സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാരും ഈ തീരുമാനം എടുത്തവരും അതുപോലെ തന്നെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും കൽക്കത്തയിൽ നടന്നവരുടെ പ്ലീനം സമയത്ത് അതിന് മുതിർന്ന പോളിറ്റ് ബ്യൂറോ നേതാക്കന്മാരും എല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്. പശ്ചിമ ബംഗാളിലെ അവരുടെ സംസ്ഥാന ഘടകം ഒരു തീരുമാനമോ അഭിപ്രായമോ പറയട്ടെ, അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി അതിന്റെ അഭിപ്രായം പറയാം എന്നുള്ളതാണ്. ആ ഒരു അഭിപ്രായം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, കഴിഞ്ഞ 45 വർഷമായി നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് പശ്ചിമ ബംഗാളിലെ ഇടതുമുന്നണി സംവിധാനം. കഴിഞ്ഞ 45 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിലെ അജണ്ട നിശ്ചയിച്ചത്, രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത് ഒക്കെ ഇടതുമുന്നണി കൂട്ടായിട്ടുമാണ്. ഈ ഒരു വിഷയം ഇതുവരെ പശ്ചിമ ബംഗാളിലെ ഇടതുമുന്നണി ഔദ്യോഗികമായി ചർച്ചയ്ക്ക് വിധേയമായി. കഴിഞ്ഞ ദിവസം ബിമൻ ബോസ് പറഞ്ഞത് ഇടതുമുന്നണി ചർച്ച ചെയ്യാതെയാണോ? വളരെ വിശദീകരിച്ച് പറയില്ലേ ഷിജയ, പോയിന്റ് സംസാരിക്കാം നമുക്ക്. കഴിഞ്ഞ LDF LF യോഗത്തിന് ശേഷം ബിമൻ ബോസ് പറഞ്ഞത് അക്കാര്യത്തിലൊരു കൂട്ടായ ആലോചന ഇല്ലാതെയാണോ? ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞത്, ഞാൻ ഈ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് കേരളത്തിൽ ഫോർവേഡ് ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നേതാജി നവകേരള യാത്രയുടെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഞാൻ ഓടി കൽക്കത്തയിലേക്ക് വന്നത്. ഈ കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി എന്നെ വിളിപ്പിച്ചത് കൂടിയിട്ടാണ്. ഇടതുപക്ഷ മുന്നണിയുടെ ചർച്ചയിൽ വന്നത് ഇവിടുത്തെ കോൺഗ്രസിന്റെ ഒരു ജനറൽ സെക്രട്ടറി ശ്രീ ഓം പ്രകാശ് മിശ്ര നൽകിയ ഒരു കത്ത്, അത് ഇടതുമുന്നണി നേതാക്കന്മാർക്ക് എല്ലാവർക്കും നൽകി. അങ്ങനെ ഒരു കത്ത് അവിടെ വന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചർച്ച നടന്നപ്പോഴാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഇതുവരെ ഒരു അഭിപ്രായവും നമ്മുടെ മുമ്പാകെ വന്നിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ കോൺഗ്രസ് പറയട്ടെ, അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം, അതിന് തടസ്സമില്ല എന്നുള്ളതാണ് ബിമാൻ ബോസ് പറഞ്ഞ അഭിപ്രായം. എപ്പോഴും ഷിജി ദേവരാജൻ വലിയ പാർട്ടിയുടെ മേൽ ചാരുക എന്നുള്ളത് മുന്നണിയിലെ ചെറുഘടകകക്ഷികളുടെ സ്വഭാവമാണ്. ഉത്തരവാദിത്തം അവരുടെ മേൽ ചാർത്തി അതിൻ്റെ നല്ല ഗുണങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് പങ്കുപറ്റുക, അതുകൊണ്ട് ദോഷഫലമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന വലിയ പാർട്ടിയുടെ ചുമലിൽ അത് താങ്ങി രക്ഷപ്പെടുക. അങ്ങനെ ഒരു കുറ്റം ചാർത്തി ഞാൻ രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടല്ല പറഞ്ഞത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. എല്ലാവരോടും കൂടെ ഒരു അഭിപ്രായം കൂടെ ചോദിക്കട്ടെ. ശ്രീ NP ചേക്കുട്ടി, ഇവിടെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ RSSുമായി സംഘപരിവാർ സംഘടനകളുമായി CPM വേദി പങ്കിട്ടിട്ടുണ്ട്, പ്ലാറ്റ്ഫോം പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ VS അച്യുതാനന്ദൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണല്ലോ അദ്ദേഹം പറയുന്നത് ഹിറ്റ്ലർ, മുസോളിനി എന്നിവർ ഫാസിസത്തിൻ്റെ രാഷ്ട്രീയ രൂപം കാണിച്ചു. ഇതേ അവസ്ഥയാണ് പശ്ചിമ ബംഗാളിൽ. അയ്യോ, ഫാസിസത്തിൻ്റെ മറ്റൊരു രൂപമാണ് പശ്ചിമ ബംഗാളിൽ ഉള്ളത് എന്നാണ് CPM-ന്റെ വിലയിരുത്തലെങ്കിൽ കോൺഗ്രസ് എന്തിന് അതിനേക്കാൾ ദുർബലമായ, അതിനേക്കാൾ ജീർണിച്ച എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ പോലും ഒപ്പം ചേരുന്നത് കൊണ്ട് എന്താണ് തകരാറ്?
കോൺഗ്രസുമായിട്ട് സഖ്യം എന്ന നിലയിൽ പാർട്ടിക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അത് കോൺഗ്രസ്സുകാരും കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷെ നിലവിലുള്ള ദേശീയ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കാണണം. അത് കോൺഗ്രസ് ഇന്ന് രാജ്യത്തെ ഭരണകക്ഷിയല്ല. നമ്മൾ 75, 76 ആ കാലത്തൊക്കെ ഉണ്ടായിരുന്ന കോൺഗ്രസ് അല്ല ഇന്ന്. ഇപ്പോൾ ഈ 2016 കോൺഗ്രസ് പാർട്ടിയാണ് നമ്മുടെ രാജ്യത്ത് സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയത്തെ അല്പമെങ്കിലും രാജ്യത്ത് പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു ദേശീയ ശക്തി. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരുടെയോ മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ പ്രാധാന്യം കുറച്ച് കാണുകയില്ല. പക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ശക്തമായിട്ട് ചെറുത്ത് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ ഒരു നെഹ്റുവിയൻ പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ സംഘപരിവാരത്തിന് അങ്ങേയറ്റം വെകിളി പിടിപ്പിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ ശത്രുവാരാണ്? അവരുടെ ഏറ്റവും വലിയ ശത്രു ഇന്ന് നെഹ്റുവാണ്, അല്ലാണ്ട് വേറെ ആരുമല്ല. അപ്പൊ ഈ സാഹചര്യങ്ങൾ മാറിയത് നമ്മൾ മനസ്സിലാക്കണം. രാജ്യത്ത് ഇന്നത്തെ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് ഈ സംഘപരിവാരവും തീവ്ര ഹിന്ദുത്വമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടാവുന്ന കക്ഷികളൊക്കെ ആയിട്ട് കൂടണം. അത് ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ട് കൂടണം, ദളിത് വിഭാഗങ്ങളായിട്ട് കൂടണം. ഇവരുടെ പീഡനത്തിന് വിധേയരാകുന്ന കോൺഗ്രസ് അടക്കമുള്ള മുഴുവൻ കക്ഷികളുമായിട്ട് കൂട്ടുചേർന്നുകൊണ്ട് ഇവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അക്കാര്യത്തിൽ വി എസ് അച്യുതാനന്ദൻ ഈ യൂറോപ്പിലെ കാര്യങ്ങൾ പറഞ്ഞ് ശരിയാണ്. യൂറോപ്പിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഇന്ന് ഇന്ത്യയിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ തെളിവ് JNUവിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. വിദ്യാർത്ഥികളെ എന്ത് ഭീകരമായിട്ട് അവർ പീഡിപ്പിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യം ദേശത്തിന്റെ തലസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചായത്തുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടി ശരിയായ നിലപാടെടുക്കുന്നു എന്നാണ് ബംഗാളിൽ കാണുന്നത്. കേരളത്തിലെ ചില നേതാക്കന്മാർക്ക് കാര്യങ്ങളുടെ കടുപ്പ് മനസ്സിലായിട്ടില്ല. അവരിന്നും കോൺഗ്രസ് വിരോധത്തിന്റെ തടവറയിൽ. എൻ പി ചെക്കുട്ടി കോൺഗ്രസുമായി സഖ്യം ചേരണം എന്ന് ആഗ്രഹിക്കുന്നയാളാണ്. ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ഓരോ നേതാക്കൾ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ എത്ര തവണയാണ് ചരിത്രപരമായ മണ്ടത്തരം കാണിക്കുക? ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു സഖ്യത്തിന്, നമ്മളത് വിസ്മരിക്കുകയാണ് എങ്കിൽ, അതിനെ മറികടന്നു പോവുകയാണ് എങ്കിൽ മറ്റൊരു ആത്മഹത്യയായിരിക്കും നമ്മൾ ചെയ്യുക എന്നുള്ളത്. നമ്മൾ എൻ പി ചെക്കുട്ടിയും അതാണ് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കേരളത്തിലെയോ അല്ലെങ്കിൽ സാധാരണ മറ്റ് സംസ്ഥാനങ്ങളിലെയോ സ്ഥിതിവിശേഷം എടുത്തിട്ടല്ല ബംഗാളുമായി താരതമ്യം ചെയ്യേണ്ടത്. അവിടെ വലിയ തോതിലുള്ള അടിച്ചമർത്തലാണ്. നമുക്ക് പലതരത്തിലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേൾക്കാൻ സാഹചര്യം കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പശ്ചിമ ബംഗാളിലെ ചില ദൃശ്യങ്ങൾ കണ്ടാൽ അതിഭീകരമാണ്. കെട്ടിത്താഴ്ത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു 5 വർഷം കൂടി കാത്തിരുന്നുകൂടെ എന്നൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല പോലും. അത്ര കണ്ട് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുന്നൊരു സംവിധാനമാണ് അവിടെ എന്നാണ് പറയുന്നത്. താങ്കൾ അനുകൂലിക്കുമോ അങ്ങനെ ഒരു സഖ്യത്തിന് CPM മുതിർന്നാൽ? അല്ല, CPM വളരെ പ്രധാനപ്പെട്ട അടിത്തറ കേരളം, ത്രിപുര, ബംഗാൾ എന്നത് തന്നെയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലും അതേപോലെ തന്നെ ത്രിപുരയിലും ഇപ്പോഴും CPM സംബന്ധിച്ചിടത്തോളം പ്രധാന എതിരാളി കോൺഗ്രസ് തന്നെയാണ്. അത് എങ്ങനെയാണ് അല്ല എന്ന് CPM പറയാനായിട്ട് കഴിയുക? ബംഗാളിലെ കാര്യം ശരിയാണ്. ബംഗാളിൽ ജനങ്ങൾ VS പറയുന്നത് പോലെ ജനങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ CPM എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത് ഒരു അഖിലേന്ത്യാ പാർട്ടി എന്ന നിലക്ക് CPM എല്ലാ സംസ്ഥാനത്തും ഒരേ നിലപാടെടുക്കാനായിട്ട് പറ്റുന്ന തരത്തിൽ ആണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഓരോ സംസ്ഥാനത്തും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതാത് സംസ്ഥാനത്തെ പാർട്ടികളുമായിട്ട് സഖ്യമുണ്ടാക്കാനായിട്ടുള്ളൊരു ഫെഡറൽ സ്വഭാവം ആ പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നതിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കേരളത്തിലും ത്രിപുരയിലും ഇനി സർക്കാർ ഉണ്ടായി എന്ന് തന്നെ ഇരിക്കട്ടെ, കേരളത്തിൽ പുതിയ സർക്കാരുണ്ടായി, ത്രിപുരയിൽ ഓൾറെഡി ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷേ ദേശീയ തലത്തിൽ CPM അംഗീകരിച്ചിരിക്കുന്നത് ബംഗാളിൽ ശക്തിയുള്ള പാർട്ടി എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് CPM നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബംഗാളിൽ ശക്തി വീണ്ടും തെളിയിക്കുക എന്നുള്ളത്. അവരുടെ നിലനിൽപ്പിന് മാത്രമല്ല, ദേശീയ തലത്തിൽ തന്നെ CPM അംഗീകരിക്കണമെങ്കിൽ ബംഗാൾ CPM തിരികെ പിടിച്ചിരിക്കണം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം നൽകേണ്ടത് ബംഗാളിലെ CPM നേതാക്കളാണ്. 33 വർഷക്കാലം ബംഗാൾ ഭരിച്ചിട്ട് എന്തുകൊണ്ടാണ് CPM ബംഗാളിനെ മാറ്റാൻ പറ്റിയില്ലല്ലോ? പറ്റിപ്പോയി. അത് തിരുത്താനായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിത്തറയിൽ നിന്നാണ് പരിശോധിക്കുന്നതെങ്കിൽ വ്യത്യാസമാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു 34 വർഷം അധികാരത്തിലിരുന്നിട്ട് ഒരു നാൾ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ആ 34 വർഷത്തെ ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ള സംബന്ധിച്ചൊരു വ്യക്തത CPM തന്നെ ലഭിച്ചിട്ടുണ്ടാവും. ശരിയാണ്, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന് പാർട്ടി ഇപ്പോഴും വിലയിരുത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് CPM ഭാവിയിൽ ചില
ഭാവിയിൽ മുന്നോട്ട് പോകണ്ടേ? എങ്ങനെയായിരിക്കണം പാർട്ടിയുടെ ഇനിയുള്ള അടവ് നയം എന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ വിശാഖപട്ടണത്ത് വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഭാവിയിലെ പാർട്ടി കോൺഗ്രസിന് വ്യക്തത വരുത്താനിരിക്കുന്നു. കോൺഗ്രസ് പോലൊരു രാഷ്ട്രീയ പാർട്ടിയെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് പറയും CPM? അതൊരു വളരെ പ്രധാനപ്പെട്ടതല്ലേ. ഇപ്പോൾ കോൺഗ്രസ് ആണ് നല്ല വഴി, അല്ലെങ്കിൽ കോൺഗ്രസ് ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിനെയോ BJPയോ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് അനിവാര്യമാണ് എന്ന് CPM വിലയിരുത്തുകയാണ് എങ്കിൽ കോൺഗ്രസ് പോരെ? എന്തിനാണ് ദേശീയ രാഷ്ട്രീയത്തിലൊരു CPM? അത് നമ്മൾ ഈ ഒരു പ്രശ്നത്തെ ഏത് ഭാഗത്തു നിന്ന് സമീപിക്കുന്നു എന്നതിനെ ആസ്പദിച്ചിരിക്കും നികേഷ്. ഞാൻ പറയുന്നത് മമതാ ബാനർജി എടുത്തൊരു സമീപനമുണ്ട്. കോൺഗ്രസിനെ കൂട്ടുപിടിച്ചു, മാവോയിസ്റ്റുകളെ കൂട്ടുപിടിച്ചു, ബുദ്ധിജീവി പ്രതിഷേധങ്ങളെ കൂട്ടുപിടിച്ചു. അതുകൊണ്ട് മമതാ ബാനർജി എല്ലാ ജീർണതയോടും കൂട്ടുചേർന്നിട്ടുണ്ടാവും, അധികാരം പിടിച്ചത് അങ്ങനെയായിരിക്കും. CPM അങ്ങനെ അതിന് അതേ രീതിയിൽ മറുപടി നൽകണോ? അല്ല, ബംഗാളിലെ 33 വർഷത്തെ അനുഭവങ്ങളുടെ പരാജയത്തിൽ നിന്ന് പഴയ ഇടതുമുന്നണിയിൽ നിന്ന്, ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ആ സംസ്ഥാനം പരിവർത്തിക്കുന്നതിന് എന്താണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ഒരു ഇടതുപക്ഷ മുന്നണിയുണ്ട്. ആ മുന്നണി ഭരിച്ചു, 33 വർഷം അടുപ്പിച്ച് ഭരിച്ചു. അതിൻ്റെ പരാജയങ്ങളുണ്ടായി. മുന്നണിയെ തന്നെ ഉടച്ചു വാർക്കുന്ന സങ്കല്പം വരികയും ഇടതുപക്ഷ ജനാധിപത്യ പാർട്ടികളെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് അതിനകത്ത് കോൺഗ്രസ് വേണോ വേണ്ടയോ എന്നതാണ് താങ്കൾ സൂചിപ്പിക്കുന്നത് എങ്കിൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിലില്ലാത്ത പാർട്ടിയാണ്. ആ യാഥാർത്ഥ്യം നാം കാണണം. അധികാരത്തിലില്ലാത്ത പാർട്ടി അധികാരത്തിലുള്ള പാർട്ടി എന്ന നിലയ്ക്ക് പരിഗണിക്കുന്നത് തന്നെ വസ്തുതാപരമായി തെറ്റായ ഒരു സമീപനമാണ്. ബംഗാളിൽ അവിടെ നിലനിൽപ്പിൻ്റെതാണ് ഇടതുപക്ഷത്തിന്റെ പ്രശ്നമെങ്കിൽ ഒന്ന്, കോൺഗ്രസുമായി സഖ്യം ചേരുകയാണെങ്കിൽ അധികാരം തിരികെ പിടിക്കാൻ കഴിയും എന്ന് ഉറപ്പുണ്ടോ? 2, ഇനി അഥവാ കോൺഗ്രസ് ഇല്ല എങ്കിൽ പാർട്ടിക്ക് നിവർന്നു നിൽക്കാൻ കഴിയില്ല, ഇത് മാത്രമാണ് അവസാനത്തെ പോംവഴി എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണോ കോൺഗ്രസുമായി ബന്ധത്തിന് പോകുന്നത്? നികേഷ്, രാഷ്ട്രീയത്തിൽ എല്ലായ്പ്പോഴും 2 4 അല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. ഇവിടെ ഒരു ചോദ്യത്തെ വളരെ ബോധപൂർവം അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം നികേഷ് ട്വിസ്റ്റ് ചെയ്യാനൊരു ശ്രമം നടത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതായത് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി കൂട്ടുപിടിച്ചു എന്ന് പറയുന്ന ശക്തികൾ എന്താണ് അവിടെ സംഭവിച്ചത്? 34 വർഷക്കാലം അധികാരത്തിലിരുന്ന ഗവൺമെന്റിനെതിരായി ശക്തമായ ജനവികാരം അവിടെ ഉണ്ടായി. അവിടെ ഒരിക്കലും ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത മാവോയിസ്റ്റുകളും കോൺഗ്രസുകളും SUCIയും ന്യൂനപക്ഷ വിഭാഗങ്ങളും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ബുദ്ധിജീവികളും ഒക്കെ ഒരു പരിവർത്തനത്തിന് വേണ്ടി പരസ്പരം അവിടെ മത്സരിക്കുകയായിരുന്നു ഗവൺമെന്റിനെതിരായിട്ട്. അങ്ങനെ പരസ്പരം മത്സരിച്ചവരെ എല്ലാവരെയും കൂടി ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ മമതയ്ക്ക് കഴിഞ്ഞപ്പോഴാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടത്. സമാനമായ സാഹചര്യം ഇന്ന് പശ്ചിമ ബംഗാളിൽ നിലനിൽക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിവിടെ വരുന്ന കാണുന്നവർക്ക് അറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീപീഡനം നടക്കുന്ന സംസ്ഥാനം മാത്രവുമല്ല, ഇവിടുത്തെ ക്രമസമാധാന നില വളരെ പരിതാപകരമാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ ജി ദേവരാജൻ, എന്താണ് ഇടതുപക്ഷം സാധാരണ ചെയ്യാറുള്ളത്? ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ഈ നിലയിലാണ് ക്രമസമാധാന നിലയെങ്കിൽ, ഈ നിലയിലാണ് സംസ്ഥാന ഭരണമെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾക്ക് ഇത് ഏത് യുഗത്തിലാണ് നാം ജീവിക്കുന്നത്? 21ാം നൂറ്റാണ്ടിലല്ലേ? ടെലിവിഷനും പത്രവും എത്താത്ത നാടൊന്നും അല്ലല്ലോ പശ്ചിമ ബംഗാളും. നിങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ എന്തിനാണ് കോൺഗ്രസ് എന്ന ഊന്നുവടി? ഞാനതാണ് പറഞ്ഞു വരുന്നത്. ഞാനതാ തുടക്കത്തിൽ പറഞ്ഞു, 2 4 അല്ല ഇപ്പോഴും. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ ഇപ്പോൾ ഈ ഗവൺമെന്റിനെതിരായി ഞാൻ നേരത്തെ പരാമർശിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങളും എതിരാണ്. ഈ വിഭാഗങ്ങളൊക്കെ പരസ്പരം മത്സരിക്കുകയാണെങ്കിൽ നിലവിലുള്ള ഭരണ സംവിധാനം ഉപയോഗിച്ച് തൃണമൂൽ കോൺഗ്രസ് ഒരുപക്ഷെ ഭരണം നിലനിർത്തിയേക്കാം. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടുന്ന രാഷ്ട്രീയ തന്ത്രം ആവിഷ്കരിക്കുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായി സ്വീകരിക്കേണ്ടതായിട്ട് വരും. 2, ഇവിടെ നമ്മൾ കാണേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രം എന്നത് മമതാ ബാനർജിക്കെതിരായിട്ടുള്ള വികാരത്തെ അത് കോൺഗ്രസ് എന്ന പേരിൽ മാത്രം ചുരുക്കി കെട്ടുന്നതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അതിന് ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മമതാ ബാനർജി അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നിപ്പോൾ മമതാ ബാനർജിക്കെതിരാണ്.
ഈ വോട്ടുകളെല്ലാം പരസ്പരം മത്സരിച്ചാൽ വിഘടിച്ചു പോകുമെന്നുള്ളത് കൊണ്ട് ശ്രീ ദേവരാജൻ, താങ്കൾ പറയുന്ന അത്രയധികം ആളുകൾ മമതയെ എതിർക്കുന്നുണ്ടെങ്കിൽ ഇടതു മുന്നണിക്ക് സ്വന്തം നിലയ്ക്ക് ജയിച്ചു വരാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇവിടെ എന്താണ് വിഷയം? പ്രത്യയശാസ്ത്ര ബോധം കൊണ്ടോ തൃണമൂൽ കോൺഗ്രസ് ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പാർട്ടിയല്ല, ഒരു ഫാസിസ്റ്റ് വിരുദ്ധ രീതി സ്വീകരിക്കാൻ ഇടയുള്ള ശക്തമായൊരു വീക്ഷണബോധമുള്ള പാർട്ടിയല്ല. ഒരുപക്ഷെ കേരള ഹൗസിലേക്ക് ആക്രമിക്കുന്നവരെ അവരെ എതിർത്തേക്കാം. അങ്ങനെ എതിർക്കുന്നതല്ല ഫാസിസ്റ്റ് വിരോധം. അതുമാത്രമല്ല, അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി തൃണമൂൽ കോൺഗ്രസ് വന്നാൽ വരാവുന്ന ഏറ്റവും വലിയ അപകടം അടുത്ത തവണയോ ആസന്ന ഭാവിയിലോ അവിടെ BJPക്ക് ആധിപത്യം കിട്ടും എന്നതാണ്. അതുകൊണ്ട് ചില സമീപനങ്ങളിൽ BJP വിരുദ്ധ വീക്ഷണം കൂടി ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം കാണണം. അങ്ങനെ കാണുമ്പോഴാണ് പശ്ചിമ ബംഗാളിൽ മാത്രമല്ല ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ NP ചേക്കുട്ടി, താങ്കൾ ബംഗാളിൽ കോൺഗ്രസുമായി ചേർന്ന് തൃണമൂൽ സഖ്യത്തെ തോൽപ്പിക്കണം എന്ന നിലപാടെടുക്കുമ്പോൾ അവിടെ BJPക്ക് ഉണ്ടായേക്കാവുന്ന മുന്നേറ്റത്തെ എന്തുകൊണ്ട് കാണുന്നില്ല? കേരളത്തിൽ BJP ഉയർത്തി പിടിക്കാൻ പോകുന്ന രാഷ്ട്രീയത്തെ എന്തുകൊണ്ട് കാണുന്നില്ല? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 24%, എൻ്റെ അറിവ് ശരിയാണ് ശ്രീ ദേവരാജൻ, എത്ര ശതമാനമായിരുന്നു 2014 ബംഗാളിൽ BJPക്ക്? ശ്രീ ദേവരാജൻ, 24% എന്ന് കണക്കാക്കുക. 24%. അതിലല്പം ഉയർന്നു വന്നാൽ ഒരു ത്രികോണ മത്സരമാണ് ഉണ്ടാവുന്നത് എങ്കിൽ വേണമെങ്കിൽ BJPക്ക് വലിയ ശക്തിയായി മാറാം. നമ്മളത് കണ്ടിരുന്നു. BJP ആണോ ലെഫ്റ്റ് ഫ്രണ്ട് ആണോ രണ്ടാമത്തെ കക്ഷിയാകുന്നത് എന്ന്. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ അത് ഇടതുപക്ഷമായി മാറുകയാണെങ്കിൽ അതിനു മുമ്പ് BJP ആയി വരുമായിരുന്നു. അപ്പോൾ അതൊരു സാധ്യതയല്ലേ? അതാണ് ഇവിടെ പിണറായി വിജയൻ തൻ്റെ പ്രസ്താവനയിൽ പറയുന്നത്. ഒരാശയക്കുഴപ്പവും വേണ്ട, വിശാഖപട്ടണം കോൺഗ്രസ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരുന്നു. അത് BJPയെ എതിർക്കുക എന്നുള്ളത് നവ ഉദാരവൽക്കരണത്തിൻ്റെ വക്താക്കളായ കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുകൊണ്ടായിരിക്കരുത്, അത് രണ്ടും ഒരേപോലെ ചെറുക്കപ്പെടേണ്ടതാണ് എന്ന്. അതിൽ നിന്നാണ് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ BJP വളരാൻ സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ ഏറ്റവും നല്ലത്
BJP എതിർക്കുന്നത് പോലെ കോൺഗ്രസിനെയും എതിർക്കുക എന്നുള്ളതാണ്. ആ പിണറായി തിയറി വളരെ പ്രധാനപ്പെട്ടതല്ലേ? പൊളിറ്റിക്കലായിട്ട് നമ്മൾ ഈ നവ ഉദാരവൽക്കരണത്തിൻ്റെ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു നിലപാടാണ് പിണറായി എടുത്തത്. ഞാൻ അതിന് വിയോജിപ്പൊന്നുമില്ല. പക്ഷേ നിലവിൽ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം ഒരു ഭീകരമായിട്ടുള്ള പ്രശ്നമായിട്ട് വന്നിരിക്കുന്നു. ആ ഒരു പ്രശ്നത്തിനാണ് നമ്മൾ ഇന്ന് ഊന്നൽ കൊടുക്കേണ്ടത്. സാമ്പത്തിക മേഖലയിൽ BJP എടുക്കുന്ന നിലപാടും കോൺഗ്രസ് എടുക്കുന്ന നിലപാടും ഒരു പരിധിവരെ ഇടതുപക്ഷ രാഷ്ട്രീയ കക്ഷി എടുക്കുന്ന നിലപാടും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? നമ്മൾ കഴിഞ്ഞ LDF ഗവൺമെന്റിലെ ADB ആയിട്ട് ഇവിടെ കരാറുണ്ടാക്കിയുള്ളത്, കഴിഞ്ഞ പശ്ചിമ ബംഗാളിലെ LDF ഗവൺമെന്റിലെ പിന്നെ നന്ദിഗ്രാമിലും സിംഗൂരിലും ഭൂമി പിടിച്ചെടുത്തിട്ട് കർഷകരുടെ ഭൂമി പിടിച്ചെടുത്തത്. അപ്പം സാമ്പത്തിക നയങ്ങളെ സംബന്ധിച്ച നിലപാടുകളുടെ പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ ഈ മൂന്ന് കക്ഷികളും തമ്മിലുള്ള ഭിന്നതകളെ സംബന്ധിച്ച് വലിയ ഡയലോഗ് പറയുന്നതിൽ അർത്ഥമില്ല. ഏറ്റവും പ്രധാനമായി പ്രശ്നം ഇന്ന് BJPയുടെ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എതിർക്കാനുള്ള ഐഡിയോളജിക്കൽ പൊസിഷൻ ആരുടെ കയ്യിലാണുള്ളത്? അത് ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ശക്തിയാളുകളാണുള്ളത്. ഒന്ന് ഗാന്ധി നെഹ്റു തുടങ്ങിയ ദേശീയ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യമായിട്ടുള്ള മതേതരത്വം, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജനാധിപത്യ ദേശീയതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്ട്രീം. രണ്ടാമത്തേത് സോഷ്യലിസത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഇടതുപക്ഷ സ്ട്രീം. ഈ രണ്ട് ചിന്താധാരകളാണ് തീവ്ര ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ളത്. ഈ രണ്ട് ചിന്താധാരകളും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു കാലമാണിത്. അതാണ് ഞാൻ പറഞ്ഞത്, BJPയുടെ രാഷ്ട്രീയ തീവ്രതയ്ക്കെതിരായിട്ട് പരമാവധി ശക്തിയോടുകൂടി ഇടതുപക്ഷ ആശയങ്ങളുമായിട്ട് യോജിക്കാവുന്ന ആളുകളെ കൂട്ടിയോജിക്കണം. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും പാരമ്പര്യം പുലർത്തുന്ന കോൺഗ്രസിനെയാണ് നമുക്ക് വിശ്വസിക്കുന്നത്. ഞാനൊക്കെ 70കളിൽ കോൺഗ്രസിനെതിരായിട്ട് ശക്തമായിട്ട് ആക്റ്റീവ് കോൺഗ്രസ് പൊളിറ്റിക്സിൽ വന്ന ആളാണ്. പക്ഷേ ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന അതീവ ഗുരുതരമായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗാന്ധിയിലേക്ക് തിരിച്ചു പോകേണ്ടി വരും, നെഹ്റുവിലേക്ക് തിരിച്ചു പോകേണ്ടി വരും, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ധാരയിലേക്ക് തിരിച്ചു വരും. ഇത് മൂന്നും തമ്മിൽ ഭിന്നതകളില്ല, തമ്മിൽ യോജിപ്പിന്റെ ഒരുപാട് അന്തരീക്ഷത്തെ. നിങ്ങൾക്ക് കോൺഗ്രസിലാണ് വിശ്വാസമെങ്കിൽ എന്തിനാണ് CPM എന്ന പ്ലാറ്റ്ഫോം പാർട്ടി? അതല്ല, ഈ കോൺഗ്രസിലുള്ള വിശ്വാസവും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം രണ്ടും രണ്ടാണ്. കോൺഗ്രസുമായിട്ട് യോജിക്കാവുന്ന മേഖലകൾ യോജിക്കണം. 1999 മുതൽ 2004 വരെ വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത് NDA സഖ്യത്തിനെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കോൺഗ്രസും അതുപോലെയുള്ള സഖ്യകക്ഷിയുമായിട്ടുള്ള ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കി അതിന് ഇടതുപക്ഷം പിന്തുണ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതുകൊണ്ട് കേരളത്തിലെയോ ലോകത്ത് എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? കേരളത്തിലെ അതിനുശേഷം ഇടതുപക്ഷം അക്കാര്യത്തിൽ ശിക്ഷയെക്കുട്ടി ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ അടിയന്തരാവസ്ഥ വരുമ്പോൾ ഒരുപക്ഷെ RSSുമായി പ്ലാറ്റ്ഫോം പങ്കിട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ പിൽക്കാലത്ത് കോൺഗ്രസിന്റെ അഴിമതി നിറഞ്ഞ ജീർണമായ ഭരണത്തിനെതിരെ ഒരുപക്ഷെ മറ്റ് സോഷ്യലിസ്റ്റ് ശക്തികളുമായി ചേർന്ന് സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും, ഭരണത്തിൽ പങ്കാളിയാകാതെ മാറി നിന്നിട്ടുണ്ടാകും. ഇതിപ്പോൾ അങ്ങനെയല്ല. പശ്ചിമ ബംഗാളിൽ ഇനിയിപ്പോൾ പ്രീപോൾ അലയൻസ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് വിചാരിക്കുക. പ്രീപോൾ അലയൻസ് ഉണ്ടാക്കി ഭരണത്തിലേറണം, അതായത് മന്ത്രിസഭ രൂപീകരിക്കണം കോൺഗ്രസുമായി ചേർന്ന്. മുഖ്യമന്ത്രി CPMൻ്റേതാണെങ്കിൽ ഉപമുഖ്യമന്ത്രി കോൺഗ്രസിൻ്റേതായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്ത് പ്രത്യേകത ഈ രാജ്യത്ത്? ഇടതുപക്ഷത്തിന് കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് മുന്നോട്ട് വെക്കാൻ ഉണ്ടാവുക? ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസുമായിട്ട് യോജിച്ച സന്ദർഭങ്ങൾ ഇത് ആദ്യമല്ല. 67 പിന്നെ ബംഗാളിൽ തന്നെ അജയ് മുഖർജിയുടെ ബംഗ്ലാ കോൺഗ്രസുമായിട്ട് ചേർന്നിട്ട് അവർ ഭരണം നടത്തിയിരുന്നു. അന്ന് അജയ് മുഖർജി മുഖ്യമന്ത്രിയും ജ്യോതി ബസു ഉപമുഖ്യമന്ത്രിയുമായിരുന്നു. അപ്പൊ അങ്ങനെ ദീർഘമായിട്ട് കോൺഗ്രസുമായിട്ട് യോജിപ്പിന്റെയും വിയോജിപ്പിന്റെയും ഒരു ചരിത്രമുണ്ട്. സംഘപരിവാറുമായിട്ട് ആകെ ബന്ധമുണ്ടാക്കിയത് 75-77 കാലത്തെ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്താണ്. ആ നിലപാട് അന്ന് മാത്രം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അതിനുശേഷം സംഘപരിവാരം രാഷ്ട്രീയത്തിൽ വളരെ ശക്തിയായിട്ട് വന്ന കാലത്ത് 99 മുതൽ 2004 വരെ കാലത്ത് അതിനെതിരായിട്ട് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുമായിട്ട് യോജിപ്പുണ്ടാക്കിയ ചെയ്തത്. ആ രാഷ്ട്രീയ നിലപാട് കൊണ്ട് കേരളത്തിലോ ഇന്ത്യയിൽ എവിടെയെങ്കിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ക്ഷീണവും സംഭവിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നുണ്ട്, ഇന്നുണ്ട്. ബംഗാളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തകർന്നു. കോൺഗ്രസ് അടക്കമുള്ള ഇടതുപക്ഷത്തോട് കുറെ കൂടി യോജിക്കുന്ന
ചിന്താതലങ്ങളിൽ യോജിക്കുന്ന ആളുകളുമായിട്ട് യോജിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പാർട്ടി റിവൈവ് ചെയ്യാൻ പറ്റൂ. പാർട്ടിയെ റിവൈവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇന്ന് നിലനിൽക്കുന്ന മറ്റുള്ള ആളുകളുമായിട്ട് യോജിപ്പുണ്ടാക്കുക. കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ അവരെ ആശയപരമായി ദരിദ്രമാക്കുമോ? അങ്ങനെയൊരു ഇല്ല, കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടാക്കുന്നത് തീർച്ചയായിട്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടം വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കേരളത്തിൻ്റെ രാഷ്ട്രീയം അറിയാൻ പാടില്ലാത്ത തരത്തിലാണ് ശ്രീ ചെക്കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എങ്ങനെയാണ് CPM-നെ നിലനിൽക്കാനായിട്ട്? CPM മാത്രമല്ല, കോൺഗ്രസിന് പോലും കേരളത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടാകും. കേരളത്തിൽ കോൺഗ്രസിനും CPM-നും പ്രവർത്തിക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ മുന്നോട്ട് വരുന്ന BJP ആയിരിക്കും. സുരേന്ദ്രബാബുവും അതേപോലെ NP ചെക്കുട്ടിയോട് ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ സംസാരിക്കുന്നതാണ്. നമുക്ക് ഹൈപ്പോത്തറ്റിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം. പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ്? കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് CPM പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കേണ്ടതെന്നാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ സഖ്യം കൊണ്ട് കേരളത്തിൽ തന്നെ BJP വരാനായിട്ട് വഴിയൊരുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു തർക്കക്കാര്യത്തിലില്ല. ബംഗാളിൽ ഇടതുപക്ഷം താർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷ നേതാക്കൾക്ക് തന്നെയാണ്. വലിയ തരത്തിൽ നിയോ ലിബറൽ പോളിസികൾ അവിടെ നടപ്പിലാക്കുക. അതിൻ്റെ വലിയ സംഭവമായിരുന്നല്ലേ സിംഗൂർ നന്ദിഗ്രാമം. അതിനൊക്കെ എത്ര ശക്തമായിട്ടാണ് NPT അക്കാലത്ത് എതിർത്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ ഇരുന്ന് അത്തരത്തിൽ സംസാരിക്കുന്നതിൽ എന്താ കഥയുള്ളത്? ആ നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ അവിടെ കോൺഗ്രസുമായിട്ട് സഖ്യം വേണം എന്ന് പറയുന്നത്. നിയോ ലിബറൽ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ബംഗാളിലെ സാധാരണക്കാരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള മനുഷ്യരെ മുഴുവനും CPM എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടിയിൽ നിന്ന് അടിച്ചോടിച്ചായിട്ടുള്ള ആ നേതാക്കളാണ് ഉത്തരവാദിത്തം പറയേണ്ടത്. ഇടതുപക്ഷ രാഷ്ട്രീയമാണ് അവിടെ കൊണ്ടുവരേണ്ടത്. അല്ലാതെ കോൺഗ്രസ് ആയിട്ട് കൂടിക്കൊണ്ടല്ല ഇടതുപക്ഷത്തെ ബംഗാളിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത്. വലിയ ശക്തമായിട്ടുള്ള ഫാസിസ്റ്റ് സ്വഭാവം പുലർത്തുന്നതായിട്ടുള്ള മമതാ ബാനർജിയുടെ ഭരണത്തിനെതിരായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെയും പ്രവർത്തനവും പ്രയോഗമാണ് അവിടെ വേണ്ടത്. ഇതിപ്പോൾ 2 സംസ്ഥാന കമ്മിറ്റികൾ എന്ന നിലയിൽ വേറിട്ട് നിൽക്കുകയാണ്. ബംഗാൾ സംസ്ഥാന സമിതിയിൽ 3/2 ഭൂരിപക്ഷം കോൺഗ്രസുമായി സഖ്യം ചെയ്യുന്നതിനാണ്. കേരളത്തിൽ ഒരുപക്ഷെ VS അച്യുതാനന്ദനെ ഒഴിച്ച് ബാക്കി എല്ലാ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഇതിനോട് പൂർണ്ണമായും എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. നമുക്കറിയാം 1964 പാർട്ടിയിൽ പിളർപ്പുണ്ടാകുന്നതിന് പ്രധാനപ്പെട്ടൊരു ഘടകമായി വർത്തിച്ചത് കോൺഗ്രസുമായുള്ള ബന്ധം കൂടിയായിരുന്നു. സമാനമായ ഒരു സ്ഥിതിവിശേഷത്തിലാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞ VS അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നതിൽ ഒരു കഥയും എനിക്ക് തോന്നുന്നില്ലേ. യെച്ചൂരി പറയുന്ന കാര്യങ്ങളൊക്കെ ഇരുന്ന് കേരളത്തിൽ നിന്ന് VS പറയുന്നതിൽ എന്ത് കഥയാണ് ഇരിക്കുന്നത്? അത്തരത്തിൽ സംസാരിക്കുന്നത് ശരിയായ കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബംഗാളിലെ ജനങ്ങൾ അത് ആവശ്യപ്പെടുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, CPM എന്ന് പറയുന്നത് ഫെഡറൽ പ്രസ്ഥാനമായിട്ട് മാറ്റണം. ഓരോ സംസ്ഥാനത്തും ഓരോ തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് അംഗീകാരം കൊടുക്കണം. അങ്ങനെയാണ് ഈ പറയുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല. കേരളത്തിൽ കോൺഗ്രസുമായിട്ട് എതിർത്ത് മത്സരിക്കാം, ബംഗാളിൽ കോൺഗ്രസുമായിട്ട് കൂടിച്ചേരാം, മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് വേണമെങ്കിൽ BJP ആയിട്ട് കൂടിച്ചേരാം. അങ്ങനെ പല സ്ഥലത്തും ഓരോ സംസ്ഥാനത്തിനും സൗകര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന പാർട്ടിയായിട്ട് ഇവർ അത്തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിലും പ്രത്യയശാസ്ത്രത്തിലും നയരൂപീകരണത്തിലും നടത്തുകയാണെങ്കിൽ ഇതൊക്കെ ശരിയാണ്, അംഗീകരിക്കാം. അതോടുകൂടി താങ്കളുടെ വിലയിരുത്തൽ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് ഒരു പ്രത്യേകത ഇല്ലാതായി മാറുമെന്നാണ്. ഇടതുപക്ഷം ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്ന പാർട്ടി മാത്രമായിട്ട് തീരും. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് ആവശ്യമുള്ള തന്ത്രങ്ങൾ അവർക്ക് ഉപയോഗിക്കാം. എത്രയല്ലേ ഉള്ളൂ. അവിടെ പറയുന്നത് ജനകീയ ജനാധിപത്യ വിപ്ലവമൊക്കെ ആയിരിക്കും. പക്ഷെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, സീറ്റ് വാങ്ങുക, മന്ത്രിയാവുക എന്നതിനപ്പുറത്തേക്ക് ഇടതുപക്ഷം എന്തെങ്കിലും സൂചന സമീപകാലത്ത് കാണിക്കുന്നത്? ഇവരെല്ലാം അത് അംഗീകരിച്ച് നമ്മൾ ചർച്ച പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവരെ അങ്ങോട്ട് വിടുക, അത്തരത്തിലാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഇവരും തമ്മിൽ പേരിൽ മാത്രം വ്യത്യാസമുള്ളൂ എന്നങ്ങ് പറഞ്ഞാൽ മതി. MI ഷാനവാസ് കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. പക്ഷേ MI ഷാനവാസ്, താങ്കൾ നേരത്തെ ഒരിക്കലും ഇടതുപക്ഷവുമായി ചേർന്നു പോകരുത്, തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് സഖ്യം ചെയ്യേണ്ട പാർട്ടി എന്ന നിലപാടെടുത്ത നേതാവാണ്. ഇപ്പോഴും അതേ സമീപനത്തിൽ തന്നെയാണോ? തൃണമൂലിൻ്റെ ശല്യം ഇതിനകം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംസ്ഥാന ഘടകം അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ചു നേരമായിട്ട് ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് ശ്രീ ചേക്കുട്ടി പറഞ്ഞതുപോലെ ഇടയ്ക്ക് BJPയുമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് CPM സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുകയുണ്ട്. ഇടയ്ക്കല്ല, പീരിയോഡിക്കലായി അവർക്കാവശ്യമുള്ള സമയത്തൊക്കെ BJPയുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. 1989 ആയിക്കോട്ടെ, അത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണല്ലോ MI ഷാനവാസ്. അതല്ല എൻ്റെ ചോദ്യം, കോൺഗ്രസ് പാർട്ടിയുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സമയക്കുറവുള്ളത് കൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരികയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനം ഫൈനലായിട്ട് എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഇന്ന് ഒരു കാര്യം, ഞങ്ങളെ ഇന്ത്യൻ പാർലമെന്റില് ലോക്സഭയിൽ 44 പേരാണ് കോൺഗ്രസിനുള്ളത്. 19% വോട്ടുമുണ്ട്. പക്ഷേ
ഞങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കോൺഗ്രസിന്റെ റിവൈവൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ രമേശ് ഷാനവാസ് ലോക്സഭയിലെ 4ാമത്തെ വലിയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ്. അത് ഒരു സംസ്ഥാനത്ത് മാത്രം, എല്ലാ സംസ്ഥാനങ്ങളിലും, ഇപ്പൊ മധ്യപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും. പക്ഷെ 44 പേരുള്ള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിക്ക് തൃണമൂൽ കോൺഗ്രസ് അനിവാര്യമാണ്. അല്ല നികേഷ്, തൃണമൂൽ കോൺഗ്രസ് അല്ല പ്രശ്നം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ റിവൈവൽ നടക്കുന്ന ഒരു കാലഘട്ടത്തില് ഇത് കമ്മ്യൂണിസ്റ്റ് ഫാസിസം കൈമുതലാക്കിയ മാർക്സിസ്റ്റ് പാർട്ടി ഒരു സ്ഥലത്തും വർഗീയ ഫാസിസം കൈമുതലാക്കിയ BJP മറുഭാഗം. രമേശ് ഷാനവാസ്, അത് കേരളത്തിൽ ഇരുന്നു കൊണ്ട് താങ്കളെ പറയൂ. അതിനപ്പുറത്തേക്ക് പൊതുവായ സ്ഥിതിവിശേഷം നോക്കിയാൽ ഉത്തർപ്രദേശിൽ ഇപ്പോൾ BSPയുമായി ചേർന്നിട്ടുള്ള ഒരു മഹാസഖ്യത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. BSP RLD ഇതിനകം തന്നെ JDUവിൽ ചേർന്നു. അപ്പോൾ അങ്ങനെ ഒരു സഖ്യം. അസമിൽ ഇപ്പോൾ JDUവും കോൺഗ്രസും തമ്മിലൊരു സഖ്യമായ ഒരു വിശാല സഖ്യം ഉണ്ടായി. ബീഹാറിൽ നിങ്ങളത് വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിൽ ഇന്ന് ഗുലാം നബി ആസാദ് പോയി. അവിടെ DMKയും MDMKയുമായും ഒക്കെ തന്നെയും സഖ്യരൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. DMKയുമായുള്ള ധാരണ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിന് ധാരണയായിരിക്കുന്നു. അങ്ങനെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത കക്ഷികൾ എന്ന നിലയിലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ധാരണയുണ്ടാക്കേണ്ട കക്ഷികളുമായി ധാരണയുണ്ടാക്കി ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ, ഇപ്പൊ ഉദാഹരണമായി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത്, അവിടെ 26 22 ജില്ലാ പഞ്ചായത്തുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചു. അതെ, അതാണ് ഞാൻ പറയുന്നത്. ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുന്നിടങ്ങളിൽ ഒറ്റയ്ക്ക്, മുന്നണി ഉണ്ടാക്കാൻ കഴിയുന്നിടങ്ങളിൽ മുന്നണി ഉണ്ടാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വ്യത്യസ്ത കക്ഷികളുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഒരിക്കലും കോൺഗ്രസിന് വിശ്വസിക്കാൻ കഴിയുന്ന കക്ഷിയല്ല. അതുകൊണ്ടാണ് ഇടതു കക്ഷികൾ പലരും ഇതിനകം തന്നെ മാധ്യമങ്ങളിലൊക്കെ എഴുതുകയും നമ്മളൊക്കെ വായിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. സോണിയാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കൈപിടിച്ചുയർത്തിയത് ഹർകിഷൻ സിംഗ് സുർജിത്താണ്. ആ ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ CPMനെ വേണ്ട എന്ന് പറയാൻ സോണിയാഗാന്ധിക്ക് ഇപ്പോൾ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബംഗാളിലെ PCC നേതൃത്വം ഇടതുപക്ഷവുമായി യോജിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ സോണിയ അത് തള്ളിക്കളയില്ല. സ്വാഭാവികമാണ്. ഞാൻ ബംഗാൾ PCC പ്രസിഡന്റുമായി പാർലമെന്റിന്റെ അകത്ത് വെച്ച് ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും പരസ്പരം തർക്കിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം പക്ഷെ ഒരു കാര്യം, ഞാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കത്ത് നൽകിയിട്ടുണ്ട്. വളരെ ഡേഞ്ചറസ് ആണ് മാർക്സിസ്റ്റ് പാർട്ടി. ഈ പറയുന്ന അധീർ രഞ്ജൻ ചൗധരിയെ സംബന്ധിച്ചിടത്തോളം CPMുമായി ഒന്നിച്ചു പോകണമെന്നല്ലേ അഭിപ്രായം? CPM ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. അല്ല, അവിടുത്തെ PCC നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ചു പോകണമെന്നല്ലേ അഭിപ്രായം? PCC നേതൃത്വത്തിൽ ഭൂരിപക്ഷവും ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് നികേഷ്? കാരണം മാർക്സിസ്റ്റ് പാർട്ടി 35 കൊല്ലം ബംഗാൾ ഭരിച്ചപ്പോൾ വലിയ ഗുണ്ട പൊളിറ്റിക്സ് ആയിരുന്നു. ആ ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധന്മാരൊക്കെ ഇന്ന് ഒന്നൊഴിയാതെ തൃണമൂൽ കോൺഗ്രസിലേക്ക് അവർ ചേക്കേറി. നാളെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഞങ്ങൾ ശക്തി കൊടുത്താൽ തിരിച്ചവർ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് വരും. അപ്പോഴും ഇതിന്റെ കാഷ്വാലിറ്റി കോൺഗ്രസ് ആകും. ഇതാണ് ഞങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത്. ഇവരെ നമ്പാൻ കൊള്ളില്ല. ഒരു കാരണവശാലും അവർ കൈയും കാലും ഇട്ടടിക്കുമ്പോൾ അവർക്ക് ഊർജ്ജശ്വാസം വലിച്ചു കിടക്കുന്ന ആ പ്രസ്ഥാനത്തെ അത് അവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ പൊളിറ്റിക്സുമായിട്ട് മുമ്പോട്ട് പോയാൽ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഇവിടെ ചേക്കുട്ടിയാണെന്ന് തോന്നുന്നു പറഞ്ഞതുപോലെ ഒരു ജനാധിപത്യ മതേതരത്വ ചേരി, അവിടെ ചേക്കുട്ടി കോൺഗ്രസിന്റെ പേര് പറഞ്ഞില്ല. ചേക്കുട്ടി എന്തെല്ലാം പറഞ്ഞാലും ആ ചേരിയെ നയിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പ്രസ്ഥാനം തുടക്കത്തിൽ താങ്കൾ ഉണ്ടായിരുന്നില്ല. ശ്രീ NP ചേക്കുട്ടി താങ്കൾ പറയുന്നതിനേക്കാൾ മനോഹരമായി കോൺഗ്രസിന്റെ സാധ്യതയെ, കോൺഗ്രസ് എന്ന ഒരവസരത്തെ ഉപയോഗിക്കേണ്ടതിനെ കുറിച്ചാണ് വിശദീകരിച്ചത്. ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ശ്രീ NM പിയേഴ്സൺ, ഒപ്പം തന്നെ NP ചേക്കുട്ടി, ഭാസുരേന്ദ്ര ബാബു, ഷിയമ്മ ഷാനവാസ് എഡിറ്റേഴ്സ് പങ്കെടുത്തതിന്. കദ്രൂർ മനോജ് വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന P. ജയരാജനെ ചികിത്സിക്കുന്ന ഡോക്ടറോട് തിങ്കളാഴ്ച ഹാജരാകണമെന്ന് CBI പരിയാരം മെഡിക്കൽ
CBI ആവശ്യപ്പെട്ടു. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ജയരാജൻ്റെ രോഗവിവരങ്ങളുടെ വിശദാംശങ്ങൾ ഹാജരാക്കാനും CBI ആവശ്യപ്പെട്ടു. UAPA ചുമത്തി CPMന് വേട്ടയാടാൻ നോക്കേണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ജയരാജനെതിരായ CBI നടപടി സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കേണ്ടത് രമേശ് ചെന്നിത്തലയും. പാകിസ്ഥാന് F-16 യുദ്ധവിമാനങ്ങൾ വിൽക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ എതിർത്ത് ഇന്ത്യയിലെ അമേരിക്കൻ സ്ഥാനപതി റിച്ചാർഡ് വെർമയെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചു. ഭീകരതയെ ചെറുക്കാനാണ് ഇടപെടുന്ന വാദം ശരിയല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. അവസാനിക്കുന്നു. നമസ്കാരം.